ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്, ഇഷ്ടമായാലും സഹിച്ചേ പറ്റുള്ളൂ. ആക്ച്വലി ഞാൻ ഒന്ന് സ്റ്റാർട്ടിങ് പറയാം. ഞാനിത് ഈ ജീവിതം സാക്ഷി 33 ഇടാൻ കാരണം, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലം നമ്മുടെ ചേലൂർ പെരുന്നാൾക്ക് ജീവിതം സാക്ഷി എന്നുള്ളൊരു നാടകം ഉണ്ടായിരുന്നു. അതിൽ മുഖ്യ കഥാപാത്രം ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ആള് മയക്കുമരുന്ന് മറ്റുള്ളവർക്ക് കൊടുക്കണ ഒരു ഏജൻ്റായിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നു അപ്പൻ ടീച്ചർ, സ്കൂൾ മാഷായിരുന്നു. അങ്ങനെ അത് കണ്ട് പിന്നത്തെ ആഴ്ചയാന്ന് തോന്നുന്നു എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അങ്ങനൊരു യൂട്യൂബ് തുടങ്ങാൻ അങ്ങോട്ട് തോന്നി. പിന്നീടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ സംഭവമൊക്കെ മേടിച്ച് സെറ്റാക്കി സ്റ്റാൻഡൊക്കെ മേടിച്ച് തുടങ്ങിയത്. അപ്പോൾ ആദ്യം അങ്ങനൊരു തുടക്കമായിരുന്നു. അപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് തോന്നുന്നു മോൾക്ക് സ്കൂളിലേക്ക് പോകാൻ നേരെ. അപ്പോൾ വൈഫാണല്ലോ ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വൈഫുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ചാനലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അമ്പരക്ക് ചീത്ത വൈഫ് പറയുന്നത് വേറെ ഒന്നുമല്ല. ഞങ്ങൾ കുടുംബമായിട്ട് ധ്യാനത്തിന് പോയി. അവിടെ ഈ അപ്പന്മാർ കുട്ടികളെ ചുംബനം ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ഡയലോഗ് ഞാൻ ഇതിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില അച്ഛന്മാർക്ക്, ചില അപ്പന്മാർക്ക് ചിലപ്പോൾ മക്കളെ ഉമ്മ വയ്ക്കുക ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല. പക്ഷെ അത് ഭാര്യ അതിൻ്റെ കാര്യങ്ങളൊക്കെ സഹകരിച്ച് പോകണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളതിനെ പറ്റിയിട്ട് നമ്മളെ ഡയലോഗ് വൈഫിൻ്റെ ഞാൻ അപ്പനോട് പറഞ്ഞു. പിന്നെ ഞാൻ അപ്പനോട് പറഞ്ഞു, ഇത് പ്രോബ്ലം സോൾവ് ആയില്ലെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് തോന്നുന്നു. അപ്പം അപ്പനാണ് മീഡിയേറ്റർ എല്ലാ കാര്യത്തിനും. അപ്പൻ കാര്യം ഞാൻ ആലോചിക്കുക ഞാൻ എപ്പോഴും ഞങ്ങളിങ്ങനെ എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉറച്ചുകൊണ്ടിരിക്കും ആരെങ്കിലൊക്കെ ആയിട്ട്, വീട്ടിലുള്ളവരുമായിട്ട്. അല്ലാണ്ട് പുറത്തൊക്കെ നമ്മൾ മാന്യ. അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കുന്നത് ഞാനത് സോൾവ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ കുറച്ച് ഡയലോഗുകൾ അടിച്ചു തന്നെ. അതായത് ഇവിടെ മക്കളെ ചുംബിക്കാതാണ് പോയത് ഇത് യൂട്യൂബ് ചെയ്യുന്നത്. അപ്പം അതിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചില ഭർത്താക്കന്മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അമ്മമാർ പരിഹരിക്കണം. അപ്പം ഞാൻ അപ്പനോട് പറഞ്ഞു, ഞാൻ ഇതുവരെ കൈവച്ചില്ല എൻ്റെ വൈഫിന്. പേടിക്കണ്ട, ഞാൻ പറഞ്ഞ് സോൾവ് ആക്കാന്ന് പറഞ്ഞാൽ അപ്പനാണ് മീഡിയേറ്ററായിട്ട് വന്ന്. ഞാൻ അങ്ങനെയൊക്കെയാണ് നമ്മൾ യൂട്യൂബ് തുടങ്ങിയത്. പിന്നെ ഞാൻ സ്വാഭാവികമായിട്ട് നമ്മൾ അടുക്കളയിൽ കയറാറില്ല. ഓൾറെഡി അവിടെ ഒരു ചേച്ചി ഉണ്ടാവും, അമ്മ ഉണ്ടാവും. എനിക്ക് ഭക്ഷണം വെക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഗൾഫിലുള്ളപ്പോൾ ഞാൻ യൂട്യൂബല്ല, ഒരു ചിക്കൻ ബിരിയാണി വെക്കുന്നുണ്ടെങ്കിൽ ഒരു 10 നല്ല യൂട്യൂബ് വ്യൂവേഴ്സ് ഉള്ളത് നോക്കി അതിൽ നിന്ന് നല്ല നല്ല കാര്യങ്ങൾ സെലക്ട് ചെയ്ത് നമ്മൾ അത്രയ്ക്ക് ടേസ്റ്റായിട്ട് വെക്കുക. അപ്പോൾ അതൊക്കെ ഒരു കലയാണ്. ഞാൻ പണ്ട് ബോംബെയിലായിരുന്നപ്പോൾ ഞങ്ങൾ 15 പേര് ഒരുമിച്ച് താമസിച്ചായിരുന്നു. മാസത്തിൽ 2 പ്രാവശ്യം കുക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ അടിപൊളിയാണ്. പക്ഷെ ആ 2 ദിവസം എന്ന് പറഞ്ഞാൽ നല്ല പണി തന്നെയാണ്. ഒരു ഉപ്പേരി വെക്കണം, ഒരു കറി വെക്കണം. 15 പേർക്ക് ആലോചിച്ച് നോക്ക്. ഇതൊന്നും നമുക്ക് വിഷയമില്ലാന്ന്. ഏത് കാര്യം ചെയ്യണം എന്ന് നമ്മൾ വിചാരിച്ചാൽ നടക്കും. നമ്മളെല്ലാത്തിനും അതിനു വേണ്ടി ഇറങ്ങണം. പിന്നെ എൻ്റെ ജീവിതത്തിലൊരു മാറ്റം പറ്റിയത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പുസ്തകമാണ്. വാസുല റിഡൻ എന്നൊരു സ്ത്രീ യേശു ആയിട്ടുള്ളൊരു ബന്ധം. അതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ITI കഴിഞ്ഞിട്ടൊക്കെ തോന്നുന്നുണ്ട് ഇത് വായിച്ചു തുടങ്ങിയുമ്പോൾ പ്രത്യേക ഒരു ആത്മീയ അനുഭൂതി അങ്ങനെയാണ് കിട്ടി തുടങ്ങിയത്. ഇത് പൈതി മുക്കാകുമ്പോഴേക്കും അമ്മ എടുത്ത് മാറ്റി പറഞ്ഞു, കോൺവെന്റിൽ കൊണ്ടുവച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ആത്മീയമായിട്ട് വളരാനായി പോട്ട ആശ്രമത്തിൽ പോവാറുണ്ട്. ഒരു ദിവസത്തൊക്കെ ധ്യാനം കൂടാറുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ ഇയർലി കുടുംബമായിട്ട് നമ്മൾ ധ്യാനത്തിന് പോവാറുണ്ട്. നമ്മൾ ആത്മീയ ജീവിതം നമ്മൾ നയിക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവരുടെ അനുഭവം നമുക്ക് കുറച്ചും കൂടി ശക്തി തരും. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരു അനുഭവം ഞാൻ പറയാം. നമ്മുടെ അമ്മയുടെ മൂത്ത ആങ്ങള ഞാൻ കൂടെയാണ് താമസിച്ചത്. അപ്പം കക്ഷിക്ക് ഈ പറഞ്ഞ പോലെ ആശുപത്രിക്ക് പോകാൻ മക്കളൊക്കെ പല സ്ഥലങ്ങളിലായി എന്നെ നമ്മൾ ഫ്രീ ആകാൻ നമ്മൾ വിളിച്ചു. ഞാൻ 2-3 പ്രാവശ്യം ആളുടെ അടുത്ത് പോയി, പുല്ലൂർ ആശുപത്രിയിൽ പോയി മരുന്നൊക്കെ മേടിച്ചു കൊടുത്തു. അതിൻ്റെ ഇടയിൽ ആളായിട്ട് എനിക്ക് സംസാരിക്കാനുള്ളൊരു ഇത് വന്നു. അപ്പോൾ ഇരിഞ്ഞാലക്കുട പള്ളിയിൽ പോയി. കുറേ നാളായിട്ട് ഇരിഞ്ഞാലക്കുട പള്ളിയിൽ പോകും. അങ്ങനെ കുർബാന 1, 2, 3 ആളിരുന്ന്
കൂടും, ആരാധനയും എല്ലാം ഒരു ആത്മീയ പോലെ ജീവിതമാണ്. കാളായിട്ട് ഞാൻ സംസാരിച്ച് പാട് പറഞ്ഞിടാ, ഞാൻ ഒരു ദിവസം പള്ളിയിൽ ഇരുന്നിട്ട് 40 കൊന്ത ഞാൻ ചെല്ലി കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ കിടക്കാൻ നേരത്ത് ഇങ്ങനെ ചെറിയ പ്രാർത്ഥന ചെല്ലിയിട്ടാണല്ലോ കിടക്കാൻ. കുറേ ആത്മാക്കള്, നീഗ്രോകള്, അങ്ങനെ ഒരുപാട് ആത്മാക്കള് എൻ്റെ റൂമിലേക്ക് വന്ന് അവർ അപേക്ഷിക്കുകയാണ്, ഞങ്ങളിപ്പോൾ ശുദ്ധീകരണ സ്ഥലത്താണ്, ഞങ്ങളെ എങ്ങനെയും സ്വർഗത്തിലേക്ക് അയക്കണം പറഞ്ഞു. അപ്പം നമ്മൾ ഈ പ്രാർത്ഥനയുടെ ശക്തി വലിയൊരു ശക്തിയാണ്. പിന്നെ ആള് പറഞ്ഞു, ഞാൻ പിന്നെ ഇനി പ്രാർത്ഥിക്കാൻ പോയില്ല. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കൊന്ത എത്തിച്ചായിരുന്നു. ആ കൊന്ത മുഴുവൻ ഞാൻ പള്ളിയിൽ പോയി ഇരുന്ന് എത്തിക്കുള്ളൂ. എന്നുവെച്ചാൽ രാത്രി നമുക്ക് ബുദ്ധിമുട്ടായി തുടങ്ങിയത്. ആളിപ്പോൾ മരിച്ചു. പക്ഷെ ആള് നല്ലൊരു ആത്മീയ ജീവിതം ആള് നടത്തിയിട്ടുണ്ട്. എന്തായാലും ദൈവം ആളുടെ സ്വർഗത്തിലേക്ക് എന്തായാലും 100% എനിക്ക് ഉറപ്പുണ്ട്. അപ്പം പല അനുഭവങ്ങളാണ് നമ്മൾ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ, യൂട്യൂബിൽ നിന്നുള്ള അനുഭവങ്ങൾ, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരിൽ നിന്നുള്ള അനുഭവങ്ങൾ, ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മീയ ശക്തി വരും. പിന്നെ നമുക്ക് തന്നെ അനുഭവം ഉണ്ടാവണമെങ്കിൽ നമ്മളൊരു ആത്മീയ ലെവലിലേക്ക് എത്തണേ. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയം ഇങ്ങനെ തുറന്നു കൊടുക്കണം. മറ്റു പലയിലേക്ക് ഹൃദയം തുറന്നു കൊടുത്തോണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഞാനൊരു 5-6 മാസം മുമ്പാന്ന് തോന്നുന്നു ഒരു കുർബാനയ്ക്ക് പോയി. അപ്പം ഇവിടെ ഉള്ള ഒരു അച്ഛൻ തന്നെയാണ്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം അച്ഛൻ ഇങ്ങനെ ഒരു ആത്മീയ കാര്യമാണ്, നമ്മൾ ഒരു കുർബാനയുടെ ഇടയിൽ ചെറിയൊരു ചിലപ്പോൾ പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ അച്ഛൻ പറയായിരുന്നു, ആള് ഈ പറഞ്ഞ പോലെ ഡ്രഗ്സ്, മദ്യം അഡിക്ഷൻ സെന്റർ ഉണ്ടല്ലോ, അവിടെ ഒരു പൂജാരി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹമായിട്ട് ഒരു പേഴ്സണലായിട്ട് സംസാരിക്കാൻ ആൾക്കിട വന്നു. ഈ അച്ഛനാണെങ്കിൽ ഒരു വൈദികനാണ്, പുരോഹിതനാണ്, ആളും ഒരു പുരോഹിതനാണ്, പൂജാരി എന്ന് പറഞ്ഞ ആള്. അപ്പൊ ആളുടെ അനുഭവം പറഞ്ഞു പറയാ പൂജാരി. ആള് ഈ മദ്യത്തിന് അഡിക്റ്റ് ആയിട്ടാണ് ആള് വന്നത്. അപ്പൊ പൂജാരി പറഞ്ഞ ഒരു മുസ്ലിം സഹോദരി വന്ന് ആള് ആത്മഹത്യക്ക് വേണ്ടി മേടിച്ചു വെച്ച ഒരു വിഷം ഉണ്ടായിരുന്നു ഈ മുസ്ലിം സഹോദരിയുടെ കയ്യിൽ. പക്ഷെ ആള് പിന്നീട് അത് ആത്മഹത്യ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ പൂജാരിയുടെ അടുത്ത് വന്ന് ഇത് കൊടുത്തു. ഇത് പൂജാരി എന്ത് ചെയ്തു, ഇത് മറ്റേ മദ്യത്തിൽ ഈ സാധനം ഫുള്ള് ഇട്ടിട്ട് ഇയാള് കഴിച്ചു. ഇയാളുടെ ബോധമൊക്കെ പോയി. കുറേ നേരം ഒക്കെ കഴിഞ്ഞ് എത്രയോ മണിക്കൂർ കഴിഞ്ഞ് ICU ഇപ്പോഴാണ് ആള് ഒന്നൊക്കെ സെറ്റായി വന്നത്. അപ്പൊ ആള് പറയാൻ, ഞാൻ ഇങ്ങനെ ഒരു ബോധ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ആയപ്പോ ഈ ആള് തന്നെ ഒരു എന്താ പറയാ, ആളുടെ ഇങ്ങനെ ഒരു ബോധമില്ലാത്ത അവസ്ഥയിൽ ആള് ഒരു ഗുഹയുടെ ഉള്ളിക്കൂടെ ആള് പോണ രീതിയിൽ ഭയങ്കര സ്പീഡിൽ ആള് പോകുന്നത്. ആൾക്കാണ് ഒരു കനയില്ല. അങ്ങനെ സ്പീഡിൽ പോയി അറ്റത്ത് ചെന്നപ്പോൾ ഒരു വലിയൊരു ടണലൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു വലിയൊരു പൈപ്പ്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഭയ പ്രഷറിൽ പോയിക്കൊണ്ടിരിക്കുക. ആരോ ആളെ കൊണ്ടുപോകൊണ്ടിരിക്കുക. അങ്ങനെ ആള് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആളൊരു പെട്ടെന്ന് എത്തിയത് ഒരു പ്രകാശത്തിലേക്ക് അങ്ങനെ എത്തിയത്. പ്രകാശം നമ്മുടെ ഭയങ്കര പ്രകാശം. അവിടെ ഒരു നല്ലൊരു സ്ത്രീ അവിടെ നിൽക്കണ്, നല്ല വെള്ള ഇത് ഇട്ടിട്ട് ഭയങ്കര പ്രകാശം. അതിൻ്റെ അടുത്ത് ഒരു മോനിരിക്കുന്നു. ആൾക്ക് മനസ്സിലായി ഇത് മാതാവാണ്, അത് യേശുവാണ്. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് അനുഭവങ്ങൾ ഉണ്ടായി. രീതിയിൽ നല്ല സാമ്പത്തികമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്കൊന്നും വലിയ അനുഭവം ഉണ്ടാവില്ല. ചെറിയ അവർക്ക് സമ്പത്തുണ്ട്, എന്തിനാ ഒരു പള്ളിയിൽ പോകണം, നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, നമുക്ക് നല്ല ഇതുണ്ട്. അപ്പൊ ഈ ആത്മഹത്യ വക്കിൽ നിൽക്കണവര്, അല്ലെങ്കിൽ കടബാധ്യത, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മാനസിക പ്രശ്നങ്ങളുള്ളവരാണ് ധ്യാനത്തിൽ പോകുമ്പോൾ അവർക്ക് പെട്ടെന്ന് തമ്പുരാന്റെ കൃപ കിട്ടുന്നത്. എന്തിനാ അവരവിടെ ചെന്ന് റിലാക്സ് ആയി. അപ്പോഴേക്കും തമ്പുരാന്റെ അനുഗ്രഹം, ആത്മീയത ഇങ്ങോട്ട് വന്ന് ചിലവർക്ക് ഷോക്ക് അടിക്കുന്നുണ്ടാവും, ചിലവർക്ക് യേശുവിനെ കാണുന്നുണ്ടാവും, ചിലവർക്ക് സ്വർഗത്തിന്റെ പല പല ചെറുപ്പം മുതലേ ഞാനിത് കേട്ടിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് നമ്മുടെ മാത്യു നായ്ക്കുപറമ്പച്ചൻ ഇതുപോലെ തന്നെ ആളുടെ ആത്മാവ് നരകം, സ്വർഗം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ചുറ്റു വന്നത് എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഇതിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് എല്ലാ യൂട്യൂബ് ആത്മീയ ചാനലിൽ ഇതുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് അനുഭവമുണ്ട്. എനിക്കതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, നാടകത്തിന് മുമ്പ് വരെ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്യലും പേഴ്സണൽ പ്രെയറും നല്ല സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ടുകുത്തി അങ്ങോട്ട് കൈവച്ച് പിടിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു എന്താ പറയുക, അങ്ങോട്ട് പരിശുദ്ധാത്മാവ് അങ്ങോട്ട് ഇറങ്ങി വരുന്ന പോലെയൊക്കെ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ ഒരു ദിവസം അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ അപ്പൊ തന്നെ എനിക്കൊരു സൗണ്ട് വന്നു, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. എനിക്ക് പെട്ടെന്ന് ഒരാൾ നമ്മുടെ ചെവിടിൽ വന്ന് പറയുന്നത് കറക്റ്റ്, രണ്ട് സ്വകാര്യമല്ല, കറക്റ്റ് ഒരാൾ പറയുന്നു. അപ്പൊ തമ്പുരാന്റെ അനുഭവങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് നമ്മുടെ സാബു ബ്രദർ പോലൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹമാണ്. പക്ഷെ നമ്മളിപ്പോൾ കുടുംബജീവിതമായിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലെവലിലേക്ക് ആഗ്രഹമുണ്ട്.
ആഗ്രഹിക്കുന്ന എന്താ കുഴപ്പം? നമുക്ക് എനിക്ക് ഒരാള് മരിച്ച ആളെ ഉയർപ്പിക്കുന്ന ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ ഒരു ചിന്തയിലൊക്കെ അങ്ങനെ ഒരു മൈൻഡുള്ള ആളാണ് ഞാൻ. പല കാര്യങ്ങളും നമുക്ക് ചിന്തയിലൊക്കെ വരും. ആത്മീയ കാര്യങ്ങളാണ് കൂടുതൽ ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത്. കുർബാനയുടെ ഇടയിലും പല പല അത്ഭുതങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട്. പല പല കാര്യങ്ങളും ഞാൻ കുറച്ച് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദൈവം നമ്മള് ബൈബിൾ വായിക്കുമ്പോൾ അതായത് ദൈവം നമ്മളോട് സംസാരിക്കണം. പക്ഷെ ദൈവം ശരിക്കും വന്ന് എന്താ പറയുക, ശരിക്കും കാണുന്ന രീതിയിലേക്ക് വരെ എത്തിയില്ല. നമ്മൾ ദൈവത്തിന് ശരിക്കും കണ്ടില്ലെങ്കിലും പല രീതിയിലും എനിക്ക് കാണുന്ന ഒരു ദൈവം അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിരുന്നു. ഇപ്പൊ ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതിയുണ്ടോ അത് വേറെ കാര്യമാണ്, അതൊക്കെ പാഞ്ഞു പോയിണ്ടാവും. പക്ഷെ നമ്മുടെ ഒരു ആഗ്രഹമാണ് സ്വർഗത്തിൽ പോകണമെന്ന്. അന്ന് നമ്മളാണ് വിചാരിക്കണം കേട്ടാ. അല്ലാണ്ട് ഞാൻ ഭാര്യ വിചാരിച്ചുകൊണ്ടൊന്നും നടക്കുന്നില്ല. നമ്മളെന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിൽ പോവാം. അല്ലാണ്ട് മക്കൾ വിചാരിച്ചൊന്നും നടക്കില്ല. എൻ്റെ ഏറ്റവും ആഗ്രഹം ഞാൻ സ്വർഗത്തിൽ പോകണം. അല്ലാണ്ട് എനിക്ക് ഭാര്യൻ്റെ മക്കൾ വിടുന്നല്ല. അവര് പോകണം, എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പോകണം. പക്ഷെ നമുക്ക് അത്രയ്ക്ക് നമുക്ക് അതിന് പോകാനുള്ള നമുക്ക് ഒരുക്കം വേണം. സ്വർഗത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രായമൊക്കെ ആകുമ്പോൾ, അല്ലാത്ത സമയത്ത് എപ്പോഴും തട്ടി പോവാം. അപ്പൊ എപ്പോഴും ഒരു ഒരുക്കമാണ്. എപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യന്റെ കാര്യമില്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു നാടകത്തിൽ അഭിനയിച്ചിരുന്നു. എൻ്റെ ഒരു ഡയലോഗ് അടിച്ച് അവസാനിപ്പിക്കാം. ആക്ച്വലി ഇതൊക്കെ വീഡിയോ പിടിക്കുന്നത് നമ്മൾ ഓണത്തിന്റെ തലേദിവസമാണ്. അപ്പൊ നാളെ ഒന്ന് എഡിറ്റൊക്കെ ചെയ്ത് ഇടാമെന്ന് വിചാരിക്കുന്നു. ഓരോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മൂഡിൽ കിട്ടണതിൽ നമുക്ക് പോകുള്ളത്. ഞാൻ മുന്നും ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം. പക്ഷെ നമുക്കതിൽ എന്താ പറയാ ഇഷ്ടപ്പെട്ടില്ല, വിട്ടില്ല. അപ്പൊ ഇപ്പൊ ഇത്തിരി ബെറ്റർ ആയിട്ട്. പണ്ടൊക്കെ എനിക്കറിയാം എൻ്റെ വീഡിയോ. അപ്പൊ ഞാൻ ഒരു ഡയലോഗ് കൂടെ അടിച്ച് സംഭവം അവസാനിപ്പിക്കാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. മാതാവിൻ്റെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട്, എല്ലാ വിശുദ്ധന്മാരുടെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയിക്കൊണ്ട്, അല്ലാണ്ട് ഒരു ദിവസം എന്നല്ല, എല്ലാ ദിവസവും പോകണം. തമ്പുരാൻ ഞാൻ വരുന്നുണ്ട് നിന്നെ കാണാൻ എന്നുള്ളൊരു ചങ്കൂറ്റത്തോട് കൂടിയിട്ട് നമ്മൾ എന്നും തമ്പുരാൻ്റെ അടുത്ത് പോവുക. എപ്പായാലും ചിലവർക്ക് നേരം കിട്ടില്ല, കാലത്ത് പോകാൻ പറ്റില്ല. എത്ര സ്ഥലങ്ങളിൽ നമുക്ക് ഏത് സമയത്തും പോവാം. ഞങ്ങൾ ഒടുക്കത്തെ ബിസിയാണ്, ഒടുക്കത്തെ ബിസി. നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോവുക. നിങ്ങൾ ഈ സാധനം കുത്തിയിരിക്കുമ്പോൾ അങ്ങോട്ട് പോവുക. ഇതൊന്നും കുറച്ച് നാളെ ഇതൊക്കെ വേണ്ടാന്ന് വെക്കേണ്ടി കിട്ടുക. കയ്യിൽ കൊന്തം പിടിച്ച ആത്മാക്കളൊക്കെ സ്വർഗത്തിലേക്ക് വിട്. പ്രായമുള്ളവര് ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നാളെ അങ്ങോട്ട് പോകണ്ട. ആ ഒരു ചിന്ത നമുക്ക് പ്രായമുള്ളവർക്ക് വേണം. ഒരു 50 വയസ്സ് അല്ലെങ്കിൽ 65 വയസ്സൊക്കെ നിങ്ങൾക്ക് ചിന്ത ഉണ്ടാവുന്നതല്ല. നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. ആകെ മനുഷ്യനാണ് ഇപ്പൊ ഗ്യാരണ്ടി ഇല്ല. അത് പോണ വഴിക്ക് ഒരാൾ തട്ടി കളഞ്ഞ് ഒരു വണ്ടി കൊണ്ടിടിച്ചു. പോണ വഴിക്ക് ഒരു വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നു, കഴിഞ്ഞില്ല കാര്യം. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു ആത്മീയ ഒരു ബലം നമുക്ക് വേണം. നമ്മുടെ വലിയ വലിയ പുലികളുണ്ട്. നമ്മളൊരു ശിശു. ഇന്നാള് ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു പള്ളിയിൽ, വിശുദ്ധന്മാരെ പരിചയപ്പെടുത്താൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇടവയില് എല്ലാരും കലാകാരന്മാരാ. പുലികളൊക്കെ പുറത്തേക്കാണ്, നമ്മുടെ എലികള്. 1000 പറന്നിറങ്ങി കൊയ്യാൻ നിൽക്കുന്നിടത്തേക്ക് അയാളുടെ ഗുണ്ടകൾ വന്ന് ബണ്ട് പൊടിച്ചു. വെള്ളം തിരിച്ചുവിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് തന്നെ പരവതാനി വിരിച്ച് സ്വീകരിക്കണോ? അയാളെ തല്ലാനും കൊല്ലാനും നിന്നിട്ടില്ല. എഴുതിയത്ത് സംസാരിച്ചാണ് കള്ളക്കേസ് കൊടുത്താൻ അറസ്റ്റ് ചെയ്ത്. അത് ഇച്ഛായന അപമാനമുണ്ടെങ്കിൽ ഈ കേസിൽ ഇടപെട്ട പറഞ്ഞൊരു പോക്കുണ്ട്. അപ്പേക്കും അമ്മ വന്നിട്ട് ഒറ്റപ്പെടുത്താക്കായി. നാളത്തിന് ഡയലോഗ് ഉണ്ടല്ലോ, കാണപ്പാടം പഠിക്കാണ്ട് ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഡബിങ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങോട്ട് അടിച്ച് നിന്നില്ലെങ്കിൽ മണി പാളും. ഒക്കെ ഈ ജാതി ഡയലോഗാണ്. നമ്മുടെ ദേവാസുരം പോലെ മോഹൻലാലിന്റെ. പണ്ട് നമ്മൾ മോഹൻലാലിന്റെ ഒക്കെ മെയിൻ ഫാനല്ലായിരുന്നു. ദേവാസുരം സിനിമ വരുമ്പോ ലൈറ്റ് ബ്ലൂ ഷർട്ട്, ഡാർക്ക് ബ്ലൂ ഒക്കെ ആയിരുന്നു. ഇപ്പൊ നമ്മള് ഡീസൻ്റായി. ഇതിപ്പോ ഇതിനേന്നും ഡീസന്റ് നമ്മൾ തമ്പ്രാനിന്ന് സ്നേഹം അനുഭവിച്ചു പറഞ്ഞു. നമ്മുടെ ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ മോഹൻലാലിന്റെ, ജോർജ് സാറ എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ്. അത് പിന്നെ കാണാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പിക്നിക്ക് പോയപ്പോ കണ്ടായിരുന്നു. അല്ലാണ്ട് ഇപ്പൊ സിനിമ ഒന്നും കാണാറില്ല. കുറച്ചും കൂടി ആത്മീയമായിട്ട് എല്ലാവരും നിൽക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഇനിയും നമുക്ക് കാണാം.